പേരിൽ വാഴയുമായി സാമ്യമുണ്ടെങ്കിലും കറ്റാർ വാഴയ്ക്ക് വാഴയുമായി യാതൊരു ബന്ധവുമില്ല. വളരെയധികം ഔഷധഗുണമുള്ള ചെടിയാണിത്. ആയുർവേദത്തിലും ഹോമിയോപ്പതിയിലും കറ്റാർ വാഴ ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട്. ത്വക്ക് രോഗങ്ങൾക്കുള്ള നല്ല പ്രതിവിധിയാണിത്. തണ്ടില്ലാത്തതോ ചെറിയ തണ്ടോടു കൂടിയോ ഇത് 80 മുതൽ 100 സെന്റിമീറ്റർ വരെ ഉയരത്തിൽ വളരുന്നു. ഇലകൾക്ക് ജലാംശം നിറഞ്ഞ് വീർത്തവയാണ്. ഇലയുടെ അരികിൽ മുള്ളുകൾ ഒരു ദിശയിലേക്ക് അടുക്കി വെച്ച പോലെ കാണപ്പെടുന്നു. ചുവട്ടിൽ നിന്നും പുതിയ കിളിർപ്പുകൾ നട്ടാണ് പുതിയ തൈകൾ ഉണ്ടാകുന്നത്. രോഗങ്ങൾ കാര്യമായി ബാധിക്കാത്ത സസ്യമാണിത്. ചില കറ്റാർ വാഴകൾ പൂക്കുന്നവയുമാണ്. ഇലകൾക്കുള്ളിൽ കാണുന്ന ജെല്ലിയാണ് കറ്റാർ വാഴയിലെ താരം. വിപണിയിൽ ആരോഗ്യപാനീയങ്ങൾ, മോയ്സ്ചറൈസറുകൾ, ക്ലെൻസറുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ കറ്റാർവാഴ വെച്ച് ലഭ്യമാണ്. മുടിയുടെയും കണ്ണിന്റെയും ആരോഗ്യം സംരക്ഷിക്കുന്നതിനും കറ്റാർവാഴ ജ്യൂസ് നല്ലതാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുക, ദഹന പ്രക്രിയ സുഗമമാക്കുക, ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക, ശരീരത്തിലെ വിഷാംശം പുറന്തള്ളി ശുദ്ധീകരിക്കുക തുടങ്ങിയവയ്ക്കും കറ്റാർവാഴ ജ്യൂസ് ഉത്തമമാണ്. എന്നാൽ കറ്റാർവാഴയുടെ അമിത ഉപയോഗം അല്ലെങ്കിൽ ദീർഘകാല ഉപയോഗം എന്നിവ വൃക്ക തകരാറിന് കാരണമാകും. കറ്റാർവാഴ സപ്ലിമെന്റുകളുടെ ദീർഘകാല ഉപയോഗം കരളിൽ വിഷാംശം ഉണ്ടാക്കുന്നതായി തെളിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിവുള്ള കറ്റാർവാഴ സംബന്ധമായ കാര്യങ്ങളോ സംശയങ്ങളോ കമന്റിൽ പങ്കുവയ്ക്കൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.